രേവതിയുടെ വിവാഹമാണെന്ന്. ആളൊരു പോലീസുകാരനാണ്. ഒരുപാട് വിവാഹാന്വേഷണങ്ങൾ വന്നെങ്കിലും എല്ലാം അവള് റിജക്റ്റ് ചെയ്യുകയായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ വന്ന ആലോചനകളൊക്കെ അങ്ങ് വിദേശത്ത് ജോലി ചെയ്യുന്നവരായിരുന്നു. അവൾക്ക് അവളുടെ പുരുഷൻ അവളുടെ കൂടെ ഉണ്ടാവണമെന്ന് നിർബന്ധമായിരുന്നു. അങ്ങനെ അവരുടെ ജീവിതം ആരംഭിച്ചു. സുന്ദരമായ ആ ദിവസങ്ങൾ കടന്നുപോയത് അവൾ അറിഞ്ഞതേയില്ല. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ ബീഹാർ ഇലക്ഷൻ ഡ്യൂട്ടി അവനും കിട്ടി. പോകാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. കുറച്ചു കാലം അവർക്ക് അങ്ങനെ പിരിഞ്ഞിരിക്കേണ്ടി വന്നു. അവൾ അവളോടായി പറഞ്ഞു, സാരമില്ല, ഈ ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞാൽ അനിലേട്ടൻ തന്റെ അരിയിലേക്ക് തന്നെ വരില്ലേ എന്ന് പ്രതീക്ഷിച്ച് അവൾ സ്വപ്നം കണ്ടിരുന്നു. അങ്ങനെ 1 മാസത്തോളം അവൾ തനിച്ചായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഒരു മെസ്സേജ്, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ തിരികെ വരുന്നുണ്ടെന്ന്. അവൾക്ക് എന്തെന്നറിയാത്ത സന്തോഷമായി. അനിലും കൂട്ടിനും തിരികെ വരുന്ന വഴി അവിടെ കുറച്ച് ആൾക്കൂട്ടം കണ്ട് വണ്ടി നിർത്തേണ്ടി വന്നു. അങ്ങനെ അത് അന്വേഷിച്ച് ചെന്നപ്പോൾ ഒരു കാർ ആക്സിഡന്റ് ആയിരുന്നു. കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചിട്ടായിരുന്നു ആ ആക്സിഡന്റ് അവിടെ ഉണ്ടായിരുന്നത്. എന്നിട്ട് താൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് ആൾക്കൂട്ടത്തെ തല്ലുകയും തെറി പറയുകയും ആകെ ബഹളമായിരുന്നു. ഇത് തടയുവാൻ വേണ്ടി അനിലും കൂട്ടനും ചെന്ന ഉടനെ അയാളുടെ കയ്യിലുള്ള ചില്ലുകുപ്പി കൊണ്ട് അനിലിന്റെ തലക്കിട്ട് ഒരു ആഞ്ഞ അടി കിട്ടി. അങ്ങനെ അവനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. രേവതി അങ്ങോട്ട് ഓടി വന്നു. അവൾ ഒരുപാട് കരഞ്ഞു. ബീഹാറിൽ പോയ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ ഇത്. അനിൽ അവളുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് ഒരു ചെറുപുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു, ഇതൊക്കെ ഞങ്ങൾക്ക് സ്ഥിരമാണ് മോളെ. ഇതൊന്നും നീ സാരമാക്കണ്ട. മുറിവല്ലേ, അത് പിന്നെ അങ്ങ് ഉണങ്ങിക്കോളും. അവൻ അവനെ തന്നെയാണ് ആശ്വസിപ്പിക്കുന്നത്. ഇത് കേട്ട രേവതിക്ക് ചിരിയും ഒപ്പം സങ്കടവും വന്നു. അങ്ങനെ കുറച്ച് ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞ് അവൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു. അന്ന് വൈകുന്നേരം രേവതിയുടെ ഒരു ഫോൺ കോൾ. അനിലേട്ട, ഇന്ന് നേരത്തെ വരാൻ പറ്റുമോ? ഞാൻ പ്രഗ്നന്റ് ആണ്. അനിലിന് അതിയായ സന്തോഷം നിറഞ്ഞു. അവൻ ഉടനടി മറുപടി നൽകി, വരാം, ഞാൻ വന്നേക്കാം. നമുക്കിന്ന് ഒരു ഡിന്നറും ഒരു നൈറ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ട് വരാം. അങ്ങനെ ഇരുവരും സന്തോഷത്താൽ ഫോൺ വെച്ചു. അന്ന് വൈകുന്നേരം സന്തോഷം നിറഞ്ഞ മനസ്സോടെ അവൻ ബൈക്കിൽ കയറി. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതും, സാർ ഒരു അർജന്റ് പണിയുണ്ട്. നമ്മളോട് 4 പേരോടും പാലക്കാടൊന്ന് പോവാൻ പറഞ്ഞു. അവിടെ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു എന്നാ പറഞ്ഞു. പെട്ടെന്ന് റെഡിയാവൂ, നമുക്ക് പോകാം. അനിലിനെ കാത്തിരുന്ന രേവതി ഇനിയിപ്പോ അവനെ കാത്തിരിക്കണ്ട എന്ന് മനസ്സിലാക്കി അവൾ വീട്ടിൽ തന്നെ ഒരു കേക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പക്ഷേ അന്ന് രാത്രി അവൻ വന്നതേയില്ല. അവൻ പുലർച്ചെ ഒരു 5 മണിയോടെയാണ് വീട്ടിലേക്ക് എത്തിയത്. ഇത് അവൾക്കൊട്ടും സഹിച്ചില്ല. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ അവൾ അവനെ എന്തൊക്കെയോ പറഞ്ഞ് ചീത്ത പറഞ്ഞു. ഡെയിലി ഡ്യൂട്ടി ഇത് തന്നെ. അറ്റ്ലീസ്റ്റ് വരാൻ പറ്റില്ല എന്നെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഡെയിലി ജനങ്ങളുടെ പുറകെ പോയിക്കോ, അവരെ നോക്കി നടന്നോ? ഈ ജനങ്ങൾക്ക് താങ്കളെ എന്തെങ്കിലും ഒരു വിലയുണ്ടോ എന്ന് ചിന്തിച്ചു നോക്ക്. എവിടെയല്ലേ, വെറും തെറി മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുക. കാക്കി യൂണിഫോം കണ്ട അപ്പം തുടങ്ങും അവര് കല്ലേറും വടിവാളും ഒക്കെ. ഷേ, എന്ത് കഷ്ടമാണ് നിന്റെ ജീവിതം. നിന്റെ ജീവിതമല്ല, നിന്റെ കൂടെയുള്ള എൻ്റെ ജീവിതം കൂടി. ഷേ. ഇതൊക്കെ പറഞ്ഞ് അലറിക്കരഞ്ഞ് അവൾ റൂം അടച്ച് കരഞ്ഞിരുന്നു. പെട്ടെന്ന് അവളെ മനസ്സിലേക്ക് ഒരു കാര്യം ഓടി വന്നു. ഇന്നലെ എന്തോ അർജന്റ് ഡ്യൂട്ടിക്ക് പോയതല്ലേ, അപ്പോൾ അനിലേട്ടൻ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. പാവം, ഇന്നലെ മുഴുവൻ ഒരു ഡെഡ് ബോഡിക്ക് കാവലിരുന്നിട്ടുണ്ടാവും. ഞാൻ എന്ത് മണ്ടിയാണ്. എന്നിട്ടൊരു ചെറുപുഞ്ചിരിയൊക്കെ സെറ്റ് ചെയ്ത് അവൻ്റെ അരികിലേക്ക് പോയി. ദിവസവും ആട്ടും തുപ്പും, എന്നിട്ട് അവരുടെ തന്നെ അണ്ടർവെയർ വരെയുള്ള ജോലിയും ചെയ്ത് മുഷിഞ്ഞു വന്ന അവന് ഇതും കൂടി താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. തൻ്റെ ഇണ തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജീവിതം എന്നായിരുന്നു അവൻ്റെ മനസ്സിൽ. പെട്ടെന്ന് അവൾ ഓടി വന്ന് അനിലിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഒരുപാട് സോറി പറഞ്ഞു. സോറി, ഒരു 100 വട്ടം സോറി. ഞാൻ എൻ്റെ ഫീലിങ്സ് മാത്രമേ നോക്കിയുള്ളൂ. അതൊക്കെ ഇട് അനിലേട്ട, ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. എന്താന്ന് കാണിച്ചു തരാം, വാ. ഇരുവരും കണ്ണുമായി കുറച്ചു നേരം നോക്കിയിരുന്നു. എന്നിട്ട് 2 പേരും ഒന്ന് ചുംബിച്ചു. ആ ചുംബനത്തിൽ രേവതിയുടെ സങ്കടവും അനിലിന്റെ സന്തോഷമായിരുന്നു. അങ്ങനെ ഇരുവരും കേക്കൊക്കെ മുറിച്ച് സന്തോഷത്തോടെ അന്നത്തെ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു.